പശ്ചിമേഷ്യയെ പതിറ്റാണ്ടുകളായി മുൾമുനയിൽ നിർത്തിയിരുന്ന യുദ്ധഭീതിക്ക് തൽക്കാലം വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ കരാർ ഒപ്പുവെക്കപ്പെട്ടു. എന്നാൽ ഈ നയതന്ത്ര വിജയം മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന കടുപ്പമേറിയ ഉത്തരമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ പ്രതികരണങ്ങൾ നൽകുന്നത്. കരാറിന്റെ മഷി ഉണങ്ങും മുൻപ് തന്നെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വാഷിംഗ്ടണിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കരാർ വ്യവസ്ഥകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു ലംഘനമുണ്ടായാൽ പോലും പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഈ പ്രസ്താവന കേവലം ഒരു നയതന്ത്ര പ്രതികരണമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത, എപ്പോൾ വേണമെങ്കിലും വാക്കുമാറുന്ന ഒരു വഞ്ചകൻ ശത്രു മാത്രമാണ്. ഈ അവിശ്വാസത്തിന് പിന്നിൽ കൃത്യമായ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 2015 ഒപ്പുവെച്ച ചരിത്രപ്രസിദ്ധമായ JCPOA അഥവാ ഇറാൻ ആണവ കരാറിൽ നിന്നും 2018 അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത് ഇറാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ഉപരോധങ്ങൾ നീക്കാമെന്ന ഉറപ്പിൽ രാജ്യം ആണവ പദ്ധതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും അമേരിക്ക കരാർ ലംഘിച്ച് വീണ്ടും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ കൈപ്പേറിയ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പുതിയ കരാറിന്റെ ഓരോ ഘട്ടത്തെയും അതിലെ ചെറുതും വലുതുമായ വ്യവസ്ഥകളെയും ഇറാൻ കടുത്ത സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ചർച്ചകളുടെയും നടപ്പിലാക്കലിന്റെയും ഓരോ ഇഞ്ചും തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കുന്നു. നയതന്ത്ര മേശയിലെ വാഗ്ദാനങ്ങൾക്കപ്പുറം അമേരിക്കയുടെ പ്രായോഗിക നീക്കങ്ങളെ മാത്രമായിരിക്കും ഇറാൻ ഇനി വിലയിരുത്തുക. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകൾ വെറും വാക്കുകളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇറാൻ ചില സൈനിക യാഥാർത്ഥ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അമേരിക്ക കരാർ ലംഘിക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ മുൻകൂട്ടി തയ്യാറാക്കിയ കൃത്യമായ ഒരു കൗണ്ടർ പ്ലാൻ തങ്ങൾക്കുണ്ടെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസമോ സന്നദ്ധതയോ ഒട്ടും കുറച്ചിട്ടില്ല. ഭൂഗർഭ മിസൈൽ താവളങ്ങളും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളും യുദ്ധക്കപ്പലുകളും പൂർണ്ണ സജ്ജമായി നിർത്തിയിരിക്കുകയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന് കൃത്യമായ മേധാവിത്വമുണ്ട്. അമേരിക്ക കരാർ ലംഘിച്ചാൽ ഈ മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാന് കഴിയും. ഇത് ആഗോള സാമ്പത്തിക രംഗത്തെ തന്നെ ഉലയ്ക്കാൻ പോകുന്ന പ്രതിരോധ തന്ത്രമാണ്. ഇറാന്റെ പ്രസ്താവനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തങ്ങളുടെയും തങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിരോധ മുന്നണിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന പ്രഖ്യാപനമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ ഇറാൻ കെട്ടിപ്പടുത്ത സഖ്യകക്ഷികളുടെ കൂട്ടായ്മയാണിത്. ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെയും ഇറാഖിലെയും വിവിധ ഷിയ സായുധ ഗ്രൂപ്പുകൾ എന്നിവരടങ്ങുന്നതാണ് ഈ പ്രതിരോധ നിര. ഈ സഖ്യകക്ഷികൾക്കെതിരെ അമേരിക്കയോ സഖ്യകക്ഷികളോ നീക്കം നടത്തിയാലും അത് കരാറിന്റെ ലംഘനമായി കണക്കാക്കുമെന്ന് സൂചനയാണ് ഇറാൻ നൽകുന്നത്. തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ വിശ്രമമില്ലെന്നും മേഖലയിലെ പ്രതിരോധ പോരാട്ടങ്ങളിൽ മൺമറഞ്ഞുപോയ രക്തസാക്ഷികളുടെ ബലിദാനം വെറുതെയാകില്ലെന്നും പ്രസ്താവന അടിവരയിടുന്നു. ഇറാന്റെ പരമോന്നത നേതാവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നിലപാടുകൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വളരെ സങ്കീർണമായ ഒരു ഇരട്ട തന്ത്രമാണ് പയറ്റുന്നതും. ഒരു വശത്ത് തങ്ങളുടെ തകർന്നടിഞ്ഞ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി അവർ അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാവുകയും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ മറുവശത്ത് തങ്ങളുടെ സൈനിക വീര്യത്തിലോ പ്രാദേശിക സ്വാധീനത്തിലോ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. നയതന്ത്ര തലത്തിൽ പുഞ്ചിരിക്കുമ്പോഴും മറുകയിൽ ആയുധങ്ങളുമായി അതിർത്തി കാക്കുന്ന ഈ രീതി അമേരിക്കയ്ക്ക് മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയുള്ളതാണ്. തങ്ങളെ ഉപരോധങ്ങൾ കൊണ്ട് മാത്രം തളർത്താൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശം വാഷിംഗ്ടണിലെ ഭരണകർത്താക്കൾക്ക് നൽകാൻ ഇതിലൂടെ ഇറാന് കഴിയുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ കരാറിന്റെ ആയുസ് പൂർണ്ണമായി നിർണ്ണയിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വരും ദിവസങ്ങളിലെ നീക്കങ്ങളാണ്. വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു തെറ്റായ നീക്കം പോലും മേഖലയെ വീണ്ടും ഒരു വലിയ യുദ്ധമുഖത്തേക്ക് തള്ളിവിട്ടേക്കാം. കരാർ പരാജയപ്പെടുകയാണെങ്കിൽ അത് കേവലം ഇരു രാജ്യങ്ങളെ മാത്രമല്ല, മറിച്ച് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ആഗോള എണ്ണ വിപണിയും ഒരേപോലെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറും. സമാധാനത്തിന്റെ ഒരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഴത്തിലുള്ള അവിശ്വാസം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കും തന്ത്രപരമായ നീക്കങ്ങൾക്കും വഴിമാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നയതന്ത്രത്തിന്റെ പാതയിലൂടെ ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകുമോ അതോ കരാർ ലംഘനത്തിന്റെ പേരിൽ ഇറാൻ കടുത്ത തിരിച്ചടി നൽകുമോ എന്നത് വരും മാസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ ചോദ്യമായി തുടരും.